ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഉംറയ്ക്ക് പോകുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ഭയങ്കര സന്തോഷത്തോടെയാണ് റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയത്. റൂമിൽ നിന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി മിച്ച് ബസ്സിൽ കയറാൻ നേരത്തെ ഭയങ്കര സങ്കടമായിപ്പോയി. ബസ്സിൽ കയറുന്നതിന് തൊട്ട് മുന്നേ എനിക്കൊരു കോള് വന്ന്, വേറെ ആരുമല്ല, ബ്രദറാണ് വിളിച്ചത്. ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് കേട്ടോ. എന്തോന്ന് തിരക്കിപ്പോഴാണ് പറയുന്നത്, കോക്കോ മിസ്സായിട്ടുണ്ട്, കോക്കോ പറന്നു പോയിട്ടുണ്ട് വാപ്പാടെ റൂമിൽ നിന്ന്. അപ്പം ഞാൻ തലേ ദിവസം വീഡിയോ ഇട്ടായിരുന്നല്ലോ വാപ്പാടെ റൂമിൽ കോക്കോയെ കൊണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അവൾ പറന്നു പോയെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. വണ്ടി വിടാൻ കുറച്ച് സമയം കൂടി ഉള്ളായിരുന്നു. അപ്പോൾ ഇക്കാടത്തും കൂടെ പറഞ്ഞ് നമ്മളില്ലെങ്കിൽ അവൾ പോയാൽ പിന്നെ തിരിച്ചു വരില്ല. പക്ഷേ വാപ്പ കണ്ടുപിടിച്ചപ്പം വാപ്പയുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ 2 വീടിനപ്പുറത്ത് അവളൊരു മരത്തിലിരിപ്പുണ്ട്. വാപ്പ കോക്കോ കോക്കോ എന്ന് വിളിക്കുമ്പോഴൊക്കെ അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ വരുന്നില്ല, വാപ്പ അടുത്തോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വണ്ടി സ്റ്റാർട്ടാകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടുത്തെ ഉസ്താദിനോട് ഇക്ക പറഞ്ഞിട്ട് ഇക്ക പോയി ടാക്സി വിളിച്ചിട്ട് വാപ്പയുടെ റൂമിൽ പോയി. വാപ്പയുടെ റൂമിൽ പോയിട്ട് നോക്കിയപ്പോഴത്തേന് അവിടെ ഒരു മരത്തിൽ ഇരിപ്പുണ്ട് കോക്കോ. കോക്കോ എന്ന് വിളിച്ച ഉടനെ അവളെ കയ്യിൽ വന്ന്. അങ്ങനെ പിന്നെ ഇക്ക വാപ്പയുടെ റൂമിൽ കൂട്ടിനകത്താക്കിയിട്ട് അവളെ അടച്ചിട്ട് പോരുന്നു. അപ്പം എന്താണ്, ഇക്ക വിളിച്ച ഉടനെ അവൾ വന്നോളൂ. അതുവരെ വാപ്പ കിടന്ന് വിളിച്ചിട്ട് ഒന്നും അവൾ വന്നില്ല കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. ഒരു പക്ഷി എന്ന നിലയിൽ അവൾ ഞങ്ങൾക്ക് ആരൊക്കെയോ ആണ്. അപ്പോൾ ദാണ്ടേ നമ്മൾ ഈ കാണിക്കാൻ പോകുന്നതിന് ഹറമിൻ്റെ ചുറ്റുഭാഗമൊക്കെയാണ് കേട്ടോ ഇത്. ഇതിനിടയ്ക്ക് മീക്കാത്തിലൊക്കെ നിർത്തി നമ്മൾ ഇറങ്ങിട്ടി അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ബസ്സിൽ വീണ്ടും കയറിയിട്ട് നമ്മൾ ഹറമിൻ്റെ അവിടെ എത്തിയിരിക്കും. നമ്മൾ തലേ ദിവസം, അതായത് പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പിറ്റേ ദിവസം ഒരു 8-8:30 ആയി നമ്മൾ ഹറമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും. അപ്പോഴത്തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ റൂമിലൊക്കെ വന്നിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമായിരുന്നു. നമ്മളിന്നെ റൂം എടുത്ത് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഈ പോസ്റ്റ് ചെയ്യുന്നത് മൊത്തം. കാരണം ഉംറ ചെയ്യാൻ നേരത്ത് ഫോണൊന്നും യൂസ് ആക്കിയിട്ടില്ല, നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ രാത്രിയിലെ ഭക്ഷണം ഞങ്ങൾ പുറത്തിരുന്നാണ് കഴിച്ചത്. ഞാനൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പുറത്തിരുന്ന് കഴിച്ചിട്ട് ഒന്ന് 4 ചുറ്റും ഒന്ന് കറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് ഹറമിൽ പോകണമായിരുന്നു, കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം നമുക്കിതിന് 4 ചുറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം രണ്ടാമത് പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മേടിച്ച് തന്നെയാണ് കേട്ടോ. അവിടെ ചെറിയൊരു പഴക്കടയൊക്കെ കണ്ടു, കുഞ്ഞനൊരു കടയായിരുന്നു. പിന്നെ അവിടെ 4 ചുറ്റും ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ. അന്നേരം നമുക്ക് രാത്രി മാത്രമേ സമയം കിട്ടിയുള്ളൂ, പകൽ മുഴുവൻ നമ്മൾ ഹറമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ രാത്രി എന്തായാലും ഒരു ഇച്ചിരി നേരം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാമല്ലോ. നമുക്ക് എപ്പോഴൊന്നും വരാനൊന്നും പറ്റില്ലല്ലോ. അള്ളാഹ് അനുഗ്രഹിച്ച് ഇപ്പോൾ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വരണമെന്ന് വിചാരിച്ചിരിക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് വരിക. നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരിക്കും മക്കയും മദീനയും കാണുക, ഒരു ഉംറ എങ്കിലും ചെയ്യുക. അതിൽ കൂടുതൽ നമുക്ക് ഒന്നും കിട്ടാനില്ല. അപ്പം പൈസ ഒരുപാടായതിനു ശേഷം പോകാമെന്ന് നിശ്ചയിച്ചിരിക്കുന്നവരോട് ഞാൻ പറയാണ്, നമ്മൾ ഒരുപാട് പൈസ ആവാനൊന്നും നിൽക്കണ്ട. നമ്മളുടെ ബാധ്യതകളൊക്കെ ഒരുവിധം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അതിനെങ്കിലും നമുക്കൊന്ന് പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മാഷാ അല്ലാഹ്, എനിക്കത് സാധിച്ചതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇനിയും പോകാത്തവർ പോകാൻ ശ്രമിക്കുക. പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും മനസ്സിൽ വിചാരിച്ചാൽ മതി എനിക്ക് പോകണമെന്നൊക്കെ. പിന്നെ ഈ പർദ്ദയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഇത് 25 റിയാലേ ആയിട്ടുള്ളൂ ആ പർദ്ദയ്ക്ക്. ഞാൻ മേടിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ അടുത്ത ഷോപ്പിൽ കയറിയപ്പോൾ കണ്ടു, ഇതൊക്കെ അറബികൾ ഇടുന്നതാണ് ഇങ്ങനത്തെ വളകളൊക്കെ കല്യാണത്തിനിടുന്നത്. ഇത് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ് കേട്ടോ, ഗോൾഡ് കവറിങ് ഒക്കെയാണ്. കണ്ടപ്പോൾ ഒരു രസത്തിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇക്ക എടുത്തു, ഒരു വീഡിയോ എടുത്തോന്ന്. അങ്ങനെ ഇക്ക എനിക്ക് എടുത്തു തന്ന വീഡിയോസാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അടുത്ത മുസല്ലയ്ക്കകത്ത് പേരെഴുതുന്നത്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മുസല്ലയിൽ പേരെഴുതുന്നതെന്നൊക്കെ. അതാണ്ടേ മുസല്ലയിൽ പേരെഴുതുന്നത് ഇങ്ങനായിരുന്നു കേട്ടോ, ആ മെഷീന് വെച്ചിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി പുള്ളിക്കാരന് കളറാണ്, ഗോൾഡൻ കളർ വെച്ച് വരയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. നമുക്ക് അവിടെ നിന്ന് വരാൻ പോലും തോന്നൂല കേട്ടോ. ഇങ്ങനെ ഓരോരോ കടകളെയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്.
പിന്നെ ഞാൻ ഉംറ ചെയ്യുന്ന വീഡിയോസ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാത്തത് നമ്മൾ ഉംറയ്ക്കായിട്ടല്ലേ പോയത്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള വീഡിയോസുകളൊന്നും അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും ഫോണൊന്നും ആ സമയത്ത് നമുക്ക് യൂസ് ആക്കാനൊന്നും പറ്റില്ല. പിന്നെ നല്ല നല്ല ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. എന്ത് രസമാണ് കാണാനെന്നറിയാം. അടുപ്പിച്ചടുപ്പിച്ച് കുറേ കടകളുണ്ട്. പിന്നെ കയറിയതൊരു സ്വർണ്ണക്കടയിലായിരുന്നു കേട്ടോ. ഈ സ്വർണത്തിനൊക്കെ എന്താ വില! ഇത് കണ്ടോ, ഇവിടെ അറബി പെണ്ണുങ്ങളൊക്കെ ഇടുന്നതാണ് ഇതൊക്കെ. ഇത് പക്ഷേ 21 ക്യാരറ്റിൻ്റെ സ്വർണ്ണമാണ് കേട്ടോ. ഞാൻ ചോദിച്ചത് 21 ആണോ 18 ആണോ 24 ആണോ എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് 21 ക്യാരറ്റിൻ്റെ ഇതാണെന്ന്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം പിന്നെ അടുത്ത് പോകുന്നത് നമ്മൾ ഹറമിലേക്കാണ്. ഇനിയാണ് ആ മഹാ അത്ഭുതമായിട്ടുള്ള കാഴ്ച കാണുന്നത്. കൺകുളിർക്കെയുള്ള അത് ഒട്ടും പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല കേട്ടോ. നമ്മൾ ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാൻ ശ്രമിക്കണം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അത്രയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെയും വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതാ നമ്മൾ കഅബയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് രാത്രി നൈറ്റായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എന്നിട്ടും എന്തൊരു ഭംഗിയാണെന്നറിയാമോ, എന്ത് രസമാണ് കാണാൻ. കുറേ നേരം രാത്രി ഒരു 2:30 വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് യാസീനും ഖുറാനൊക്കെ ഓതിയതിന് ശേഷം മാത്രമാണ് ഞാൻ റൂമിലോട്ട് പോയത്. അതുവരെ ആ ഭംഗി കണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയാമോ. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിന് പറ്റി ഭയങ്കര ഒരു കുളിർമയായിരുന്നു കേട്ടോ ഇത് കഅബ കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഇനിയും വരാത്തവർക്ക് എങ്ങനെയൊരു ചാൻസ് കിട്ടിയാൽ വരാൻ നോക്കുക. ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വരണമെന്നൊന്നും ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് വരാനൊക്കെ പറ്റും. നമ്മളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് അടുത്ത വർഷം ഉംറയ്ക്ക് പോകണമെന്ന്. തീർച്ചയായിട്ടും അത് സാധിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. അതിന് രാത്രി നമ്മൾ കുറേ നേരം ഇരുന്ന് ഖുറാനൊക്കെ ഓതിയിട്ട് നമ്മൾ റൂമിൽ പോയി ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് വിദായിൻ്റെ തവാഫൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ പോകുന്നത് മദീനയിലേക്കാണ്, നമ്മുടെ മുത്തറസൂലിൻ്റെ ചാരത്തേക്കാണ് പിന്നീട് അങ്ങോട്ടുള്ള പോക്ക്. പിന്നീട് അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം നമുക്ക് വണ്ടിയിൽ ഉസ്താദ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകളും, ഞാൻ ഒരുപാട് ചരിത്രമായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല, പക്ഷെ ഉസ്താദ് പറഞ്ഞു തന്നതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് മിനയുടെ ഭാഗങ്ങളാണ്. മിന തുടങ്ങുന്നതും അവസാനിക്കുന്നതും മൊത്തമായിട്ടുള്ള അത് തന്നെ എന്ത് രസമാണ്. കുട പോലെ ഇരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ. നമുക്കൊക്കെ ഇത് വന്ന് കാണാനെങ്കിലും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ടി വിയിൽ നമ്മൾ ഹജ്ജിൻ്റെ സമയത്ത് കാണുന്നതല്ലാതെ ഇതൊക്കെ നേരിട്ടൊക്കെ വന്ന് കാണുമ്പം അതിനതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഉസ്താദ് പറയുന്നിടത്തെല്ലാം ഞാൻ ക്യാമറ തിരിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരുപാട് കാണാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. നമുക്കധികം സമയമൊന്നും കിട്ടിയില്ല. 4 ദിവസത്തെ യാത്രയായിരുന്നു. അതിൽ 2 ദിവസം തന്നെ 2-2.5 ദിവസം തന്നെ വണ്ടിയിൽ തന്നെ ചിലവഴിക്കും. പിന്നുള്ള കുറച്ച് സമയം മാത്രമാണ് നമുക്കിവിടെയൊക്കെ ഒന്ന് കാണാൻ പോലും പറ്റത്തുള്ളൂ. ഇത് വണ്ടിയിൽ പോകുന്ന വഴിക്ക് എടുത്ത കുറച്ച് വീഡിയോസാണ്. കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. അപ്പം ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ, പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ. പിന്നെ ഈ വീഡിയോസ് കാണുമ്പം തന്നെ ഞാൻ ഇപ്പം തന്നെ അവിടെ ആണെന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ ആകെ 4 ദിവസത്തെ അവധിയെ കിട്ടിയുള്ളൂ. ആ 4 ദിവസം മാക്സിമം നമുക്ക് ഉംറ ചെയ്യാൻ മദീനത്ത് പോവുക എന്നതായിരുന്നു ഒരു ആഗ്രഹം. എന്തായാലും അൽഹംദുലില്ലാ അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ മിന അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉസ്താദ് പറഞ്ഞു തന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബദറിലോട്ടാണ് കേട്ടോ. അങ്ങനെ ബദറിലോട്ട് അടുക്കുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ബദറിലെത്തിയിട്ടുണ്ട്. ബദറിലെത്തി നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ കാഴ്ചകളും അവിടുത്തെ ഓരോരോ കാര്യങ്ങളും എല്ലാം നമുക്ക് ഉസ്താദ് നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇത് ബദർ യുദ്ധം നടന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് ഓതയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നൈറ്റ് നമ്മളൊരു പള്ളിയിൽ കയറി. അവിടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുണ്ടായിരുന്നു. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ.
അവിടെ ഭയങ്കര തിരക്കാണ്. ആ പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരു ഉംറ ചെയ്തതിൻ്റെ കൂലിയാണ് ഉസ്താദ് പറഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉഹദ് മലയിലാണ് വന്നത്. ഇവിടെ ഉഹദിൻ്റെ അവിടെ വന്നു. അവിടെയും സിയാറത്തുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഫോണിൽ കാണുന്ന കണക്കൊന്നുമല്ല, നല്ല ഒരു ഭംഗിയാണ്. മലയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു അറിയാമോ. പിന്നെ അവിടെ തന്നെ അവിടെ ഭിത്തിയിൽ ഇങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കഥയുടെ ഒരു ചരിത്രം. ഉസ്താദ് അതൊക്കെ നിന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ അവിടത്തെയും സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മദീനയിലേക്കാണ് പോയത്. രാത്രിയായി റൂമെത്തിയപ്പോൾ. അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് 11:30 കഴിഞ്ഞു. പിന്നെ ദാണ്ടെ നമ്മൾ മദീനയിൽ നമ്മുടെ മുത്തുനബിയുടെ ചരിതേക്ക് നടക്കുകയാണ്. ഇത് പെണ്ണുങ്ങളുടെ എൻട്രൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റി, പക്ഷേ റൗളയുടെ അവിടെ നമുക്ക് പറ്റിയില്ല. ഒരു നുസ്കെന്നൊക്കെ ആപ്പൊക്കെ ഉണ്ട്, ആപ്പിനകത്ത് നമുക്ക് സ്ലോട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാലും ആ ഒരു കർട്ടൻ്റെ ഇപ്പുറത്തിരുന്ന് ഒരു 1.5-2 മണിക്കൂറോളം അവിടെ ഇരുന്ന് ഓതാനും ഒക്കെ പറ്റി, ദുആ ചെയ്യാനൊക്കെ പറ്റി. പിന്നെ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊത്തം ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സുബഹി വരെ അവിടെ ഇരുന്നിട്ടാണ് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ മദീനയ്ക്കും മുത്തുനബിയോടും നമ്മൾ സലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് തിരിച്ച് നമ്മുടെ റൂമിലേക്കാണ്. റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ യാത്രയിലിടയിൽ തന്നെ നമുക്കവിടെ ഒരു ഈന്തപ്പഴത്തിൻ്റെ ഫാക്ടറിയിൽ നിർത്തി തന്നു വണ്ടി. അപ്പം കുറേ പേര് നമ്മളവിടെയൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളവർക്കൊക്കെ മേടിക്കായിരുന്നു. എല്ലായിടത്തും അബായയായി ഒക്കെ നല്ല വിലക്കുറവായിരുന്നു കേട്ടോ. നല്ല വിലക്കുറവെന്ന് വെച്ചാൽ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മുടെ കൂടെ വന്നവരൊക്കെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മളും അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളും മേടിച്ചു. പിന്നെ അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊന്ന് ഇരിക്കാനോ നമുക്കധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മളിതെല്ലാം പെട്ടെന്ന് കണ്ടിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫാക്ടറിയിലോട്ട് കയറുന്ന വഴിക്കുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇത് ഫാക്ടറിയാണ് കേട്ടോ, ചെറിയൊരു ഫാക്ടറിയാണ്. അപ്പം അവിടെ അത്യാവശ്യം എല്ലാവരും ഉണ്ട്. ഈ യാത്ര കഴിഞ്ഞ് വരുന്ന കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉംറയ്ക്കൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ ഡേറ്റ്സ് മേടിക്കാനൊക്കെ കയറുന്ന ഒരു പ്രത്യേക ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെയും കയറി നമ്മളും കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ നോക്കി. അപ്പം കുറച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. അജ്വയും വേറെ ഒരു ടൈപ്പ് ഈത്തപ്പഴമൊക്കെ മേടിച്ചു. അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് മേടിക്കാം. അങ്ങനെ ഞാനും കൂടെ അതിലൊരു ഈത്തപ്പഴം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ഇരിക്കുന്നപ്പോൾ നമുക്ക് ഏതെടുക്കണമൊക്കെ കൺഫ്യൂഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരൊക്കെ അത് നോക്കിയെടുക്കും. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയെടുക്കും. അങ്ങനെ ഒരെണ്ണം എടുത്ത് തന്നിട്ട് ഞാനും ഇക്കയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കഴിച്ചു നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും 1 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അജ്വയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ ഈ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുക. പിന്നെ നമ്മൾ വരുന്ന കിബ്ലത്തൈനിലാണ്. അങ്ങനെ കിബ്ലത്തൈൻ മസ്ജിദിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് അവിടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും നമ്മൾ നിസ്കരിച്ചിട്ട് നേരെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നല്ലൊരു സൺലൈറ്റൊക്കെ കണ്ടു. പിന്നെ നമുക്ക് വണ്ടിയിൽ അത്യാവശ്യം ഒരു ക്വിസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്വിസ് പ്രോഗ്രാം ഒക്കെ നടത്തി. പിന്നെ വണ്ടിയിൽ അതിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ പാട്ട്, അതായത് മദ്ഹ് പാട്ട്, ഖുർആൻ പാരായണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പോയിട്ട് വന്നു. മാഷാ അല്ലാഹ്, ഒരു ഉംറ ചെയ്യാൻ ഭാഗ്യം കിട്ടി. ഇനിയും ഒരു ഉംറ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. അൽഹംദുലില്ലാ.